പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമുക്ക് ഹല്ലേലൂയ വായിക്കുവാൻ തക്കവണ്ണം ഇടയായല്ലോ. നമ്മൾ തുടർമാനമായി 119 സങ്കീർത്തനം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിന്റെ ആധികാരികതയെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നു ഈ 119 സങ്കീർത്തനം. നമുക്കറിയാം 119 സങ്കീർത്തനം സങ്കീർത്തനക്കാരന്റെ വലിയൊരു കഷ്ടത, ഒരുപക്ഷെ അത് പാപം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് ചില വാക്യങ്ങൾ സൂചന നൽകുമ്പോൾ എന്താണ് നമുക്കറിയത്തില്ല. പാപ വഴികളിൽ കൂടെ പോയതിന്റെ കാരണമാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് നമുക്കറിയത്തില്ല. ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയതിന്റെ പശ്ചാത്തലമായിരിക്കാം. അങ്ങനെ അകന്നു പോകുമ്പോൾ കഷ്ടത വന്നതിന്റെ സാഹചര്യത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതിയതാകാം എന്ന് നാം വിശ്വസിക്കുന്നു. നമുക്ക് കഷ്ടത വരുമ്പോൾ നാം നമ്മുടേതായ ചിന്തകളിലേക്ക് പോകുകയും പല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയും ഒക്കെ ചെയ്യുകയുന്നു. അപ്പോൾ ഒരു മാർഗനിർദ്ദേശം നമുക്ക് ആവശ്യമാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്കൊരു മാർഗനിർദ്ദേശം ആവശ്യമാണ്. പ്രതിസന്ധികളിൽ പലപ്പോഴും നാം നമ്മുടെ ഇഷ്ടപ്രകാരമാണ് കൂടുതൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് വലിയ പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ ആരുടെയും വാക്കുകൾ കേട്ടിട്ടില്ല, ആരുടെയും ഉപദേശങ്ങൾ കേട്ടിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഏറ്റവും എളുപ്പമുള്ള സൊല്യൂഷനാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ, നമുക്ക് പ്രയാസം വരുമ്പോൾ നമുക്കൊരു നിർദ്ദേശമുണ്ട്, നമുക്കൊരു മാർഗനിർദ്ദേശം അടങ്ങിയ ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ബൈബിൾ എന്ന് വിളിക്കുന്നത്. സത്യവേദ പുസ്തകം നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു പുസ്തകമാണ് ദൈവവചനം. ആ ദൈവവചനത്തിലേക്ക് നമ്മുടെ പ്രതിസന്ധികളുമായി നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ 119 സങ്കീർത്തനമുണ്ട്. ആ സങ്കീർത്തനക്കാരന്റെ നേരിട്ട കഷ്ടതയുടെ അവൻ തരണം ചെയ്തതിന്റെ ആ സാക്ഷ്യമുണ്ട്. ആ സങ്കീർത്തനക്കാരന്റെ അവനെയും നമ്മൾക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അങ്ങനെയാണ് 119 സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലുവാനായി സാധിക്കുന്നത്. കഷ്ടതയിൽ നമുക്ക് പാട്ടുപാടുവാൻ കഴിയുന്നത് അപൂർവമാണ്. ഭക്തനായ വേട്ടമല ഫിലിപ്പോസ് സ്വദേശി അദ്ദേഹത്തിന്റെ സ്ഥലത്ത് കൃഷിയൊക്കെ ചെയ്ത് അദ്ദേഹം പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കള്ളന്മാര് മുഴുവൻ ആ കൃഷിയും മോഷ്ടിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് ഭാര്യ തന്റെ മക്കളും ഒക്കെ അവിടെ നിന്ന് കരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ സാഹചര്യത്തിൽ നമ്മൾ എന്താ പറയും? നമ്മൾ പറയും കേസ് കൊടുക്കാം, ഇത് പറയും. പുള്ളി അവിടെ പറഞ്ഞ ഒരു പാട്ടുണ്ട്, നമ്മൾ പാടുന്ന ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ എന്നുള്ള പാട്ട്. ആ സമയത്ത് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചിട്ട് പറയാണ്, കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, എന്നാലും ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ. നോക്കുക, കഷ്ടതയിൽ പാടുക, കഷ്ടതയിൽ സന്തോഷിക്കുക, കഷ്ടതയിൽ ആശ്വസിക്കുക, കഷ്ടതയിൽ കർത്താവേ എന്നെ ഈ കഷ്ടതയിൽ എന്നെ നീ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ ആത്മീയത. കഷ്ടതയിലെ പാട്ടുകൾക്കാണ് ഇന്നും പ്രാധാന്യമുള്ളത്, അല്ലേ? നമ്മൾ പഴയ പാട്ടുകളെല്ലാം നോക്കി നമ്മളൊരു 10-15 വർഷങ്ങൾക്ക് പുറകിലോട്ട് നോക്കിയാൽ പ്രത്യാശയുടെ ഗാനങ്ങളാണ്. ഇന്ന് നോക്ക്, പ്രത്യാശയുടെ ഗാനങ്ങളൊന്നുമില്ല. കർത്താവ് വരും, തരും, പോകും എന്നൊക്കെയുള്ള പാട്ടുകൾ മാത്രമേ ഉള്ളൂ, അല്ലേ? തീയിറക്കണമേ എന്നുള്ള പാട്ടുകളൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാൽ പണ്ടൊക്കെ പ്രത്യാശാ ഗാനമാണ്. പ്രത്യാശാ ഗാനം നമുക്ക് എപ്പോ വേണമെങ്കിലും പാടാം. എപ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പ്രത്യാശാ ഗാനം പാടാം. സമയാന്തരത്തിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് പാടാം. കാരണം എന്താണ്? അത് പ്രത്യാശയുടെ ഗാനമാണ്. അങ്ങനെയുള്ള പാട്ടുകളെല്ലാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാടാം. കാരണം കഷ്ടതയിൽ ദൈവം തരുന്ന തിരിച്ചറിവുകളാണ് അതെല്ലാം. അപ്പോൾ നമുക്കും കഷ്ടതകൾ നേരിടും. നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നമുക്ക് കഷ്ടതകളുണ്ട്. കഷ്ടതയിൽ നമ്മൾക്ക് പാട്ടുപാടുവാൻ തക്കവണ്ണം കഴിയണം. ഏകമായി ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഭവനത്തോട് ഒത്തുചേർന്ന് ഒന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആ പ്രതിസന്ധികളിൽ ദൈവം തരുന്ന ഒരു ഊർജമുണ്ട്. ഒരു കൈത്തോട്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ഒരു കൈത്തോട് ചാടിക്കിടക്കുവാൻ തക്കവണ്ണം നമ്മളൊന്ന് പുറകോട്ട് ആഞ്ഞിരിക്കുന്നത് പോലെയാണ് ദൈവം തരുന്ന ആത്മീയ ചിന്തകൾ. ആത്മീയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആ കഷ്ടതയെ തരണം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് 73 വാക്യം വായിക്കാം.
തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. കർത്താവേ, നീ എന്നെ സൃഷ്ടിച്ചു, അതുകൊണ്ട് അല്ലെങ്കിൽ നീ എന്നെ സൃഷ്ടിച്ചതായതുകൊണ്ട് നീ എനിക്ക് ആ സൃഷ്ടിയുടെ രീതിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ബുദ്ധി നൽകണമേ. ബുദ്ധിയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കുവാനായി സാധിക്കുകയില്ല. നമ്മളൊരു ഉപകരണം കണ്ടുപിടിച്ചു, ആ കണ്ടുപിടിച്ചിട്ട് അതിനാവശ്യമായ അത് പ്രവർത്തിക്കുവാൻ കാരണമായ ഇന്ധനമോ വൈദ്യുതിയോ കൊടുത്തില്ലെങ്കിൽ, നമ്മളിവിടെ ഫാൻ വാങ്ങിച്ചു വെച്ചിട്ട് കാറ്റ് കൊള്ളാനോ അല്ലെ, പക്ഷേ നമ്മൾ ഇതിനകത്തേക്ക് വൈദ്യുതി കൊടുക്കുന്നില്ലെങ്കിൽ അതിനൊരു പ്രയോജനവുമില്ല. ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ ബുദ്ധിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. യെശയ്യായുടെ പുസ്തകം 64 അധ്യായം 8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ കളിമണ്ണും കുശവന്റെ കയ്യിലെ കളിമണ്ണു പോലെയാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. കുശവൻ നമ്മളെ, കർത്താവായ ദൈവം നമ്മളെ മെനഞ്ഞ് ഉണ്ടാക്കി. ആ മെനഞ്ഞുണ്ടാക്കിയ ആ കുശവന്റെ പാത്രം, ആ കുശവന്റെ ഇഷ്ടമനുസരിച്ചാണ് അതിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ കുശവൻ സൃഷ്ടിച്ച ആ പാത്രം അല്ലെങ്കിൽ ആ കുശവൻ നിർമ്മിച്ച എന്ത് തന്നെയാണോ അത് ആ കുശവന്റെ കീഴിൽ അല്ലെങ്കിൽ കുശവന്റെ നിയന്ത്രണത്തിൽ എന്നും ആയിരിക്കണം എന്നാണ് കുശവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്വയംഭരണം നേടിപ്പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. 139 സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു മനുഷ്യന്റെ ചിന്തകളെയും വിചാരങ്ങളെയും നാം എങ്ങനെ ജീവിക്കണമെന്നൊക്കെ ആ 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അവിടെ വിവരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമുക്ക് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവം നമുക്ക് സത്യവേദ പുസ്തകം തന്നിട്ട് പറയാണ്, എങ്കിൽ ദൈവവചനം നമുക്ക് തന്നിട്ട് പറയാണ്, ഞാൻ നിനക്ക് ഈ പുസ്തകം മനസ്സിലാക്കുവാനുള്ള ബുദ്ധി നൽകും. ദൈവവചനം വായിച്ചിട്ട് നമുക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഈ ദൈവവചനം നീ എനിക്ക് തന്നത് അല്ലെങ്കിൽ എന്നെ ഒരു വിശ്വാസിയാക്കിയതിന് എനിക്ക് ബുദ്ധി നൽകണം, എങ്കിൽ മാത്രമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം അങ്ങയുടെ നിയന്ത്രണത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നാം ദൈവത്തോട് യാചിച്ച് പറയേണ്ടത് ആവശ്യമാണ്. ഈ പുസ്തകം നാം വായിക്കും തോറും നാം അറിവ് നേടുകയല്ല, നാം നമ്മളെ കുറിച്ച് കൂടുതൽ അറിയുകയാണ്, നാം ദൈവത്തെ കുറിച്ചും കൂടുതൽ അറിയുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നാം കൂടുതൽ അറിയുന്നു. നാം നമ്മളെ കുറിച്ച് അറിയുന്നു, ദൈവം നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ദൈവത്തെ നാം കൂടുതൽ അറിയുന്നു. നോക്കുക, നമ്മളെയും ദൈവത്തെയും കൂടുതൽ അറിയുക വഴി നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തിരിച്ചറിയുകയും നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രവർത്തികളെ അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഭാവി പദ്ധതികളെ തിരിച്ചറിയുകയും എങ്ങനെയാണ് കർത്താവിനോട് ചേർന്നൊരുമിച്ച് വസിക്കുന്നത് എന്നുള്ള ഒരു പശ്ചാത്തലവും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഈ ദൈവവചനം വായിക്കുമ്പോഴാണ്. മാത്രമല്ല, ദൈവം പറയുമ്പോൾ ദൈവത്തെ അവന്റെ ഛായയിലാണ് സൃഷ്ടിച്ചത്. ഛായയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് 2 കാലുണ്ട്, കൈയുണ്ട് എന്നുള്ള അർത്ഥമല്ല. ദൈവത്തിന്റെ ആത്മീക സ്വഭാവങ്ങൾ, അതാണ് ദൈവത്തിന്റെ ഛായ എന്ന് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ ആത്മ സ്വഭാവങ്ങളോട് കൂടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്ക് കാല് തന്നിട്ടുണ്ട്, കൈ തന്നിട്ടുണ്ട്, ഹൃദയം തന്നിട്ടുണ്ട്, കണ്ണ് തന്നിട്ടുണ്ട്, നമുക്ക് വാ തന്നിട്ടുണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. നോക്കുക, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവയവങ്ങൾ അല്ലെങ്കിൽ ശരീരം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. നമ്മുടെ ഹൃദയം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം നമ്മളോട് പറയുന്നു. ഇതൊക്കെ പറയുന്നത് ദൈവവചനം നമ്മളോട് പറയുന്നത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി നമുക്ക് വേണം. ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മളോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ വചനമില്ലാതെ അല്ലെങ്കിൽ വചനത്തിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ അതൊന്നുമില്ലാതെ, ആ ദൈവവചനത്തിന്റെ യാതൊരു പിൻബലവും ഇല്ലാതെയാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. ദൈവം ഉണ്ടാക്കിയ മനുഷ്യൻ ആ വചനത്തിലെ നിർദ്ദേശങ്ങൾ അടക്കം ചെയ്ത ആ പുസ്തകം ഒന്ന് തുറന്നു പോലും നോക്കാതെ
അത് മനസ്സിലാക്കാതെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അവനെന്ത് ചെയ്യുന്നു? അവന്റെ സ്വന്തം മണ്ടത്തരങ്ങൾ കൊണ്ടാണ് ഇന്ന് ജീവിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ നല്ല കാര്യങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിലും ദൈവം നോക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവവചനത്തിന് അനുസൃതമല്ലെങ്കിൽ നമ്മുടെ ജീവിതം മണ്ടത്തരമാണ്. അപ്പോൾ ആ ബുദ്ധിശൂന്യതയിലേക്ക് പോകുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ അവിടെ നടുവിലുള്ള വൃക്ഷം തിന്നരുതെന്ന് ദൈവം ആദമിനോടും ഹവ്വയോടും പറഞ്ഞു. ആ വൃക്ഷം അവിടെ നടാതിരുന്നാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നാം മനസ്സിലാക്കണം, ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇരിപ്പോൾ ഇവരെങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്, അല്ലേ? ഇവരെങ്ങനെ ജീവിക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നതും അവരെങ്ങനെ പോകണം എന്നും നാം ആണ് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്നത് കൊണ്ട് അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിക്ക് പോയിക്കോളാൻ നമ്മൾ അനുവദിക്കുമോ? ഒരിക്കലും അനുവദിക്കത്തില്ല. കാരണം നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ആദമും ഹവ്വയും മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ കോടിക്കണക്കിന് ആളുകളാണ് ആദമിന്റെയും ഹവ്വയുടെയിലൂടെയും ലോകത്തുണ്ടാകുവാൻ തക്കോണം ഇരിക്കുന്നത്. അതുകൊണ്ട് അവർ ദൈവത്തെ അറിയാതെ പോകരുത്, ദൈവത്തെ അനുസരിക്കാതെ പോകരുത്. അതിന് ദൈവം എന്ത് ചെയ്തു? ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. നിങ്ങളാണ് എന്റെ മക്കൾ, അതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുവാൻ തക്കോണം ഇടയാകരുത് എന്നുള്ള ഒരു മാർഗനിർദ്ദേശമാണ് അവിടെ കൊടുത്തത്. ഈ ഫലം കഴിക്കരുത്. എന്നാൽ എന്ത് ചെയ്തു? അവരത് തെറ്റിച്ചു. ഇത് തന്നെയാണ് ദൈവവചനം നമ്മൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് വായിച്ചിട്ടും ഇത് മനസ്സിലാക്കിയിട്ടും നാം ദൈവത്തിനനുസൃതമല്ല ജീവിക്കുന്നത് എന്ന് ദൈവം കാണുമ്പോൾ നമ്മളോടുണ്ടാകുന്ന ആ വികാരം എന്തായി? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങയുടെ വചനം അല്ലെങ്കിൽ അങ്ങയുടെ കൽപ്പനകൾ പഠിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? എനിക്ക് ബുദ്ധി നൽകണം. ദൈവമാണ് നമ്മൾക്ക് ബുദ്ധി നൽകുന്നത്. ദൈവം ബുദ്ധി നൽകുക എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ബുദ്ധിയല്ല, ദൈവവചനത്തിനനുസൃതമായി ജീവിക്കുവാനുള്ള ബുദ്ധി ദൈവം നമുക്ക് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവഹിതം അനുസരിച്ച് നാം ജീവിക്കണം. ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവത്തെ അനുസരിച്ച് അത് മനസ്സിലാക്കി ജീവിക്കുവാൻ തക്കവണ്ണം ബുദ്ധി ആര് തരണം? ദൈവം നമുക്ക് തന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദൈവവചനം മനസ്സിലാകുകയും, അല്ലെങ്കിൽ ഇതിന്റെ പുറം ഇപ്പൊ നമുക്ക് ഒരു ആറ് കണ്ടാൽ അല്ലെങ്കിൽ ഒരു പുഴ കണ്ടാൽ അതിന്റെ ആഴമളക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. ഒരു നീന്തൽ അറിയാവുന്ന ഒരാൾ, ആ നല്ല നീന്തൽ അറിയാവുന്ന ഒരാൾ ആ പുഴയിലേക്ക് എടുത്തു ചാടിയെങ്കിൽ മാത്രമേ അതിന്റെ ആഴമളക്കുവാൻ തക്കവണ്ണം അല്ലെ അതിന്റെ അടിയൊഴുക്കുകളും ആഴവും അറിയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഇത് തന്നെയാണ് ദൈവവചനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്രത്തോളം വരുന്നുവോ അത്രത്തോളം മാത്രമേ ദൈവവചനത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ വചനം മനസ്സിലാക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ. അല്ലെങ്കിൽ പുറമേ നിന്ന് കൊള്ളാമല്ലോ ഈ പുഴ, കൊള്ളാമല്ലോ ഈ ആറ്, ഇതിന് വലിയ ആഴമുണ്ടായിരിക്കും, ഇതിന് ഇന്നിടത്ത് ഒഴുക്കുണ്ടായിരിക്കും എന്ന് നോക്കി പറയുവാൻ തക്കവണ്ണം മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് ദൈവവചനവും പറയുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ ഈ ദൈവവചന മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിന്റെ മർമ്മം പലപ്പോഴും പലരിൽ കൂടിയാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. എല്ലാവർക്കും ദൈവത്തിന്റെ പല മർമ്മങ്ങളും വെളിപ്പെട്ട് കിട്ടുകയില്ല. ചില വാക്യങ്ങളിലെ പ്രകാശനം എല്ലാവർക്കും ലഭിക്കുകയില്ല. അത് ദൈവദാസന്മാരിൽ പലർക്ക് ലഭ്യമാകുമ്പോൾ, വിശ്വാസികൾക്ക് പലർക്ക് ലഭ്യമാകുമ്പോൾ, അവരത് ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റു പലർക്കും മനസ്സിലാകുന്നത്. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകണമെന്നില്ല അത് വായിക്കുമ്പോൾ. എന്നാൽ നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോഴാണ് ദൈവവചനം നമ്മൾക്ക് കൂടുതൽ മധുരതരമാകുന്നതും നമുക്ക് ആശ്വാസമാകുന്നതും നമുക്ക് പ്രത്യാശ നൽകുന്നതും നമുക്ക് പ്രോത്സാഹനം നൽകുന്നതും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയുടെ വചനം മനസ്സിലാക്കുവാൻ തക്കവണ്ണം എനിക്ക് ബുദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത വാക്ക്.
തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കയാൽ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കും. ദൈവ വചനത്തിലാണ് അല്ലെങ്കിൽ ദൈവത്തിലാണ് ഒരു ഭക്തന്റെ പ്രത്യാശ. സന്തോഷത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവവചനത്തിലാണ് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ പ്രത്യാശ. നമുക്കൊക്കെ പ്രത്യാശ ഉണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷേ നമുക്കൊക്കെ പ്രത്യാശ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പ്രത്യാശ ഉണ്ടെന്ന് പറയും. പക്ഷേ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിന് അനുസരിച്ചാണ് നമ്മുടെ പ്രത്യാശ. നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്കു പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. നോക്കുക, അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിന്റെ പ്രത്യാശ കർത്താവായിരുന്നു, ദൈവമായിരുന്നു അബ്രഹാമിന്റെ പ്രത്യാശ. ആ പ്രത്യാശയിൽ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം ഇറങ്ങി തിരിച്ചു. നമ്മളിപ്പോ നമ്മുടെ വീടും നാടും ഒക്കെ വിട്ട് ദൈവം വിളിക്കുകയാണ്, നമ്മൾ ഇറങ്ങി പോകുമോ? നമ്മൾ ഇറങ്ങി പോകത്തില്ല. കാരണം എന്താ? നമ്മുടെ പ്രത്യാശ ഇവിടെയാണ്. നമ്മൾ താമസിക്കുന്നിടത്തും നമ്മുടെ സ്വത്തുക്കളിലും നമ്മുടെ കുടുംബത്തിന്മേലുമാണ് നമ്മുടെ പ്രത്യാശ. എന്നാൽ കർത്താവ് പറയുന്നു, കർത്താവിലേക്ക് പ്രത്യാശ വെക്കണമെന്ന് പറയും. കർത്താവിലേക്ക് പ്രത്യാശ വെച്ചത് കൊണ്ടാണ് ഒന്നും നോക്കാതെ അബ്രഹാമും കുടുംബം ഇത് ചെയ്തു. കർത്താവ് പറഞ്ഞ, ദൈവം പറഞ്ഞ വഴികളിലേക്ക് പോയി. അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായാണ് അബ്രഹാം കാത്തിരുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരത്തിനു വേണ്ടിയാണ്, അതായത് പുതിയ യെരുശലേമിനു വേണ്ടിയാണ് അബ്രഹാമിന്റെ പ്രത്യാശ. നോക്കുക, ഇത്രയും വചനം അറിയാതിരുന്നു, നമ്മൾ ഇന്ന് കേട്ട പ്രസംഗങ്ങൾ പോലും കേൾക്കുവാൻ തക്കവണ്ണം അറിയാതിരുന്നു അബ്രഹാമിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. നമ്മൾക്ക് കഴിയാതെ പോകുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, മോശ താൻ വളർന്നപ്പോൾ, വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. നോക്കുക, കഷ്ടതയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മാർഗമാണ് മോശ തെരഞ്ഞെടുത്തത്. നോക്കുക, ഭക്തന്മാരെല്ലാം അങ്ങനെയാണ്. വേറെ ചിലർ അതിന്റെ 34-ാം വാക്യത്തിലേക്ക് 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചിലർ ഭേദ്യമേറ്റു, ചിലർ ഉദാഹരണം കൊള്ളാതെ ഭേദ്യമേറ്റു, വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറ് ഏറ്റു, ഈർച്ചവാളിനാൽ അറക്കപ്പെട്ട് പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളോടും കോലാടുകളോടും തോൽ ധരിച്ച് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഇരുന്ന് വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. നോക്കുക, ഇവരൊക്കെ പ്രത്യാശയോടുകൂടി ജടയാടുകളുടെ കോലാടുകളുടെയും തോൽ ധരിച്ചു എന്ന് പറഞ്ഞാൽ റോമൻ കൊളോസിയങ്ങളിൽ ആടുകളുടെ തോലുകൾ ഒരു മനുഷ്യനെ, ജീവനുള്ള ഒരു മനുഷ്യനെ ചുറ്റിക്കെട്ടിയിട്ട് അവനെ വെയിലത്ത് നിർത്തും. വെയിലത്ത് നിർത്തി ഈ തോലുകൾ അവന്റെ ശരീരത്തോട് അവന് കൈ ഉയർത്തുവാനോ നിവർത്തുവാനോ നടക്കുവാനോ പറ്റാത്ത ആ ഘട്ടത്തിലേക്ക് ആ തോലുകൾ ഉണങ്ങിപ്പോകുമ്പോൾ ദേഹത്ത് തുണി ചുറ്റി അതിലേക്ക് എണ്ണ പകർന്നിട്ട് റോമൻ കൊളോസിയങ്ങളിലെ വെളിച്ചമായി തീ കൊടുത്ത് അവിടെ അങ്ങനെ അണഞ്ഞുപോയവർ എത്ര പേരുണ്ട്. ഈർച്ചവാളാൽ എന്ന് പറയുമ്പോൾ നമ്മൾ അറക്കുന്ന ആ വാളുകൊണ്ട് കൊല്ലപ്പെട്ടവരുണ്ട്, കല്ലേറേറ്റ് മരിച്ചവരുണ്ട്. ഇതൊക്കെ അവർ ദൈവത്തിന്മേലുള്ള പ്രത്യാശ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും സാധിക്കാതെ പോകുന്ന ആളുകൾ നമ്മളിവിടെ കാണുന്നു. തിരുവചനത്തിൽ ആണ് പ്രത്യാശ. 34-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ പ്രത്യാശയുള്ളവർ, പ്രത്യാശ വെച്ചിരിക്കാൻ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കും. ദൈവവചനത്തിൽ പ്രത്യാശയുള്ളവനെ കണ്ട് എന്ത് ചെയ്യും? ഭക്തന്മാർ സന്തോഷിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കഷ്ടത നേരിടുന്ന പ്രത്യാശ ദൈവത്തിൽ വെച്ച കഷ്ടതയിൽ സങ്കീർത്തനക്കാരൻ കഷ്ടതയിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോഴും അവൻ എന്തുണ്ട്? ദൈവത്തിൽ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ കഷ്ടത്തിലാണ് കടന്നു പോകുന്നത്. പ്രത്യാശയിൽ, ദൈവത്തിലുള്ള പ്രത്യാശയിൽ കൂടിയാണ് അവൻ കഷ്ടതയിൽ കടന്നു പോകുന്നത്. അപ്പോൾ തന്നെ ആ കഷ്ടത കണ്ടുകൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കും. ദുഷ്ടന്മാരല്ല സന്തോഷിക്കുന്നത്, ഭക്തന്മാർ സന്തോഷിക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കഷ്ടതയിൽ നമ്മൾ നേടുന്ന ഒരു ആർജവമുണ്ട്. ഈ കഷ്ടതയിൽ
നമ്മൾ നേടുന്നൊരു അറിവുണ്ട്. നമ്മൾ ഈ കഷ്ടതയിൽ ദൈവം തരുന്നൊരു സന്തോഷമുണ്ട്. അതെല്ലാവർക്കും മനസ്സിലാകുകയില്ല. കഷ്ടതയെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവം തരുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം കണ്ടിട്ട് ഭക്തന്മാർ സന്തോഷിക്കും എന്നാണ് ദൈവത്തിന് നമ്മൾ അപ്പോൾ നോക്കുക. ഈ കഷ്ടത കണ്ടിട്ട് ഭക്തന്മാർ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതായത് ഇവിടെ ആർക്കെങ്കിലും ഒരാൾക്കൊരു കഷ്ടത, ആ കഷ്ടത അവർ അഭിമുഖീകരിക്കുമ്പോൾ ഒരു യഥാർത്ഥ ഭക്തൻ ഇത് മനസ്സിലാക്കട്ടെ. അവൻ പറയും, ഈ കഷ്ടതയിൽ കൂടെ ദൈവം അവനെ കടത്തിവിട്ടിട്ട് അവൻ അതിനെ അഭിമുഖീകരിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പാടി ദൈവത്തെ സ്തുതിക്കുക, അല്ലെങ്കിൽ അതിന്മേൽ ദൈവിക സന്തോഷത്താൽ ദൈവത്തോട് നന്ദി പറയുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കഷ്ടതയിൽ കൂടിയാണ് പല ദൈവമക്കളും കടന്നു പോകുന്നത്. പ്രത്യേക കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോക്കുമ്പോൾ കഷ്ടതയിൽ കൂടി കടന്നുപോയ വിശ്വാസ വീരന്മാരെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ കടന്നുപോയവരെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? സന്തോഷിക്കും. നമുക്കറിയാം, നമ്മൾ ഈ പാട്ടുകളൊക്കെ എഴുതിയ ആളുകളുണ്ട് അല്ലെ? ആ പാട്ടുകളൊക്കെ എഴുതിയ ആൾക്കാരെ നമ്മൾ അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സന്തോഷം തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ക്രിസ്തു കഷ്ടതയിലും പാടുവാനുള്ള ആ പാട്ട്, അത് പാടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? നമുക്കറിയാം, അഴലേറും ജീവിതം അരുഹും നീ തളരുകയാണോ സഹജേ. നോക്കുക, ആ പാട്ട് ഇന്നും നമുക്കൊരു പ്രചോദനമാണ്, നമുക്കൊരു സന്തോഷമല്ലേ? നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ പാടി സന്തോഷിക്കുവാൻ തക്കവണ്ണം ഒരു സന്തോഷകരമായ ഒരു പാട്ടാണ്, അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭക്തൻ കഷ്ടതയിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അവന്റെ ആ കഷ്ടതയെ തരണം ചെയ്ത ആ രീതി കണ്ടിട്ട് ഭക്തന്മാർ സന്തോഷിക്കും എന്നാണ് സങ്കീർത്തനക്കാരോട് പറയുന്നത്. അടുത്ത ഭാഗം 75-ാം ഭാഗം. ദൈവത്തിന്റെ വിധികൾ അല്ലെങ്കിൽ തീരുമാനങ്ങളും പ്രവർത്തികളും ഭക്തന്റെ മേൽ ദൈവവചനപ്രകാരം എന്ത് കഷ്ടതയാണോ, ഏത് പ്രതിസന്ധിയാണോ കടന്നുപോയത്, ആ പ്രതിസന്ധിയിൽ നീ നീതിയുള്ളവനാണ്. നമ്മളെ കഷ്ടതയിൽ കൂടെ കടത്തി വിട്ടിട്ട് ഒരു യഥാർത്ഥ ഭക്തൻ പറയാണ്, കഷ്ടത വന്നാൽ ഇത് ദൈവത്തിന്റെ നീതിയാണ്, ഇത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ആ വിശ്വസ്തതയിൽ എന്നെ താഴ്ത്തി എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ നീതി നമ്മുടെ മേലുണ്ട്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമ്മളെ അങ്ങ് താഴ്ത്തി. എന്ന് വെച്ചാൽ നമ്മളെ കഷ്ടതയിലോട്ട് ദൈവം എന്ത് ചെയ്തു? വലിച്ചെറിഞ്ഞു. ആ കഷ്ടതയിലേക്ക് നമ്മളെ അങ്ങ് പീഡിപ്പിക്കാനായിട്ട് ദൈവം ഇട്ടുകൊടുത്തു. എന്നിട്ട് പറയാണ്, സങ്കീർത്തനക്കാരൻ പറയാണ്, ഇത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്, ഇത് ദൈവത്തിന്റെ നീതിയാണെന്ന് ഈ സങ്കീർത്തനക്കാരൻ പറയാം. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. ഈ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ, വിശ്വസ്തതയിൽ താഴ്ത്തി എന്ന് പറഞ്ഞാൽ കഷ്ടതയിലേക്ക് ഈ സങ്കീർത്തനക്കാരനെ എറിഞ്ഞു, വലിയ പീഡയിലേക്ക് എറിഞ്ഞു. താഴ്ത്തി എന്നുള്ള ആ വാക്ക് നമ്മളെ താഴ്ത്തി എന്ന് ഉദ്ദേശിക്കുന്ന പീഡയിലേക്ക്, കഷ്ടതയിലേക്ക് ആ സങ്കീർത്തനക്കാരനെ എടുത്ത് ഇട്ടു, അല്ലെങ്കിൽ എടുത്തു വലിച്ചെറിഞ്ഞു. കഷ്ടതയിലേക്ക് വലിച്ചെറിയുന്ന അതൊരു താഴ്ത്തി എന്ന് പറയുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഭക്തനെ സംബന്ധിച്ച് അവൻ പറയുകയാണ്, ഞാൻ നിന്റെ വിശ്വസ്തതയാണ് എന്നെ താഴ്ത്തിയത്. നമുക്കറിയാം, അത് നമുക്ക് ഒറ്റ ഉദാഹരണം കൊണ്ട് മനസ്സിലാകും. ഇയ്യോബിന്റെ ചരിത്രം എടുക്കുമ്പോൾ ഇയ്യോബിനെ പീഡിപ്പിക്കുവാൻ ദൈവമാണ് സാത്താന് അനുവാദം കൊടുത്തിട്ട് ദൈവം ഇയ്യോബിനെ കരുതുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും യോബിന് നേരിടുന്ന വലിയ കഷ്ടതയെ നമുക്ക് കാണുവാനായി സാധിക്കും. അവിടെയും ഇയ്യോബ് എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആ വിശ്വസ്തതയെ ഇയ്യോബ് അംഗീകരിക്കുകയാണ്. നമുക്ക് മനസ്സിലാകുകയില്ല, ദൈവം നമ്മൾ വിചാരിക്കുന്ന ദൈവം സന്നിധിയിൽ നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, യഥാർത്ഥമായി ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവം എന്താ തരേണ്ടത്? സന്തോഷമല്ലേ തരേണ്ടത്? ദൈവത്തിന്റെ പരിപാടി, നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ കഷ്ടത്തിലേക്ക് വലിച്ചിരട്ടേറാം, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും നല്ല ഉന്നതിയിൽ നിന്ന്, ഏറ്റവും നല്ല ഉയരത്തിൽ നിന്ന് ദൈവം നമ്മളെ എന്ത് ചെയ്യും? ഏറ്റവും താഴേക്ക് നമ്മളെ താഴ്ത്തിക്കളയും. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇത് നമുക്ക് മനസ്സിലാകുകയില്ല. ഈ കഷ്ടപ്പാട് രൂപകൽപ്പന ചെയ്തത്, ഈ കഷ്ടതയുടെ എല്ലാ പ്ലാനുകളും ഇയ്യോബിനെ നോക്കുക, ഇയ്യോബിനെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചു. ഇയ്യോബ് അപ്പോഴും വിശ്വസിക്കുന്നത് ഇതിന് ദൈവത്തിന് അവകാശമുണ്ട്. അതുകൊണ്ടാണ് ഇയ്യോബ് തന്റെ ഭാര്യയോട് പറയുന്നത്, നീ പൊട്ടിയെ പോലെ സംസാരിക്കുന്നത് എന്ത്? നന്മ തരുന്ന ദൈവത്തിന് തിന്മയും
കഷ്ടതയും തരുവാൻ തക്കവണ്ണം കഴിയുകയില്ല. സന്തോഷം തരുന്ന ദൈവത്തിന് ദുഃഖവും തരുവാൻ തക്കവണ്ണം കഴിയും. ആത്യന്തികമായി ദൈവത്തിന്റെ ഉദ്ദേശങ്ങളാണ് നടക്കേണ്ടത് എന്നാണ് ഇയ്യോബ് പറയുന്നത്. ഇത് തന്നെയാണ് സങ്കീർത്തനക്കാരനോട് പറയുന്നത്. ഈ കഷ്ടത വലിയ അവസരങ്ങളാക്കി ദൈവം നമ്മൾക്ക് മാറ്റുക. കഷ്ടത നമ്മൾക്ക് കടന്നു വന്നു, നമുക്ക് വലിയ ആത്മീയ അവസരങ്ങളെ ദൈവം നമുക്ക് ഒരുക്കി തരും. അപ്പോൾ ഇത് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഭാഗമാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഷ്ടതയിൽ കൂടെ കടന്നുപോയവരുടെ ചരിത്രം എടുത്ത് നാം പരിശോധിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇയ്യോബിന്റെ മേൽ ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ടായി. സാത്താൻ പരീക്ഷിച്ച് സാത്താൻ അവനെ തകർത്ത് കളയുവാൻ, ജീവനൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും സാത്താൻ ഇയ്യോബിനെ തകർത്ത് കളയുവാൻ ശ്രമിച്ചപ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ടായിരുന്നു, ദൈവത്തിന്റെ നീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയ്യോബ് പറയുന്നത്, ഞാൻ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. അതൊരു ഉറപ്പാണ്. ഈ താഴ്ചയിൽ ഇന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ, ഞാൻ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്ന് നമുക്ക് പറയുവാൻ തക്കോണം കഴിയുമോ? എന്നാൽ ഇയ്യോബിന് പറയുവാൻ തക്കോണം കഴിയും, ഞാൻ കർത്താവിന്റെ വരവെങ്കിൽ ഞാൻ ദേഹസഹിതനായി എനിക്ക് എന്റെ കർത്താവിനെ കാണുവാൻ തക്കോണം കഴിയും. അബ്രഹാമിന് പറയുവാൻ തക്കോണം കഴിയും. കാരണം അവൻ പുതിയ യെരൂശലേം അല്ലെങ്കിൽ വാഗ്ദത്ത നാടാണ് അവൻ കണ്ടത്. ഈ ലോകത്തിലെ വാഗ്ദത്ത നാടല്ല, ദൈവമൊരുക്കുന്ന വാഗ്ദത്ത നാടാണ് അബ്രഹാം കണ്ടത്. അങ്ങനെ നാം കാണുവാൻ ആഗ്രഹിച്ചാൽ, ആ നിത്യതയിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മളെ കഷ്ടതയിലേക്ക് ദൈവം നമ്മളെ ഇറക്കി വിടും. അവിടെ ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. അടുത്ത വാക്യത്തിലേക്ക് വരാം. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ, ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ നിന്റെ ദയ എന്നെ ആശ്വസിപ്പിക്കണമേ എന്നാണ് എന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞത്. ആശ്വാസം എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്തൽ എന്നൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ പ്രോത്സാഹനം എന്നൊരു അർത്ഥമുണ്ട്. നമുക്ക് സഹായം നൽകുന്ന, അതാണ് ദൈവത്തിന്റെ ശക്തിപ്പെടുത്തൽ എന്ന് പറയുന്നത്. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കട്ടെ. നാം കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ കഷ്ടതയുടെ നടുവിൽ നമുക്ക് ആശ്വസിക്കുവാൻ ഒരുപാട് ഉറവിടങ്ങൾ നമുക്കുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്ന ആശ്വാസം അത് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. ദൈവവചനത്തിൽ മാത്രമേ സങ്കീർത്തനക്കാരൻ ആശ്വാസം കണ്ടെത്തുന്നുള്ളൂ. ആ ദൈവത്തിന്റെ കരുണയും ദയയും സങ്കീർത്തനക്കാരൻ ഈ ദൈവവചനത്തിലാണ് കാണുന്നത്. അതുകൊണ്ട് അവൻ ആ പ്രതിസന്ധികളിൽ ആ വചനത്തെ ചെയ്യുന്നില്ല, അവൻ അവഗണിക്കുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, അത് ദൈവത്തിന്റെ ദയയുടെ ഭാഗമാണ്. ഞാൻ ഇതാണ് നിന്നെ ശക്തീകരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ആശ്വാസം എന്നത് കഷ്ടപ്പാടുകളിൽ നിന്നുള്ളൊരു വിടുതൽ മാത്രമല്ല, അത് നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് അത് കുറച്ചു തരുന്നതുമല്ല, കഷ്ടപ്പാടുകളിൽ ശക്തി നൽകുന്നത് കൂടിയാണ് ദൈവത്തിന്റെ ആശ്വാസം. കഷ്ടപ്പാടുകളിൽ ദൈവം നമുക്ക് ഒരു ഭക്തനിധിയും ആശ്വാസം നൽകും. എന്നിട്ട് കഷ്ടപ്പാടുകളിൽ ദൈവത്തിന്റെ ആശ്വാസം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു വിചാരം, നമ്മൾ ഈ കഷ്ടപ്പെടുമ്പോൾ, കഷ്ടത അനുഭവിക്കുന്നവരെ, നമ്മൾ ഈ പഴയ ഈ ആളുകളുടെ സാക്ഷ്യങ്ങളും ഒക്കെ പലപ്പോഴും ഒക്കെ കേൾക്കുന്നതല്ല. അപ്പോൾ ഈ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ദൈവം കഷ്ടപ്പെട്ടു, ദൈവം നമ്മൾ അങ്ങ് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവം ഉടനെ എടുത്ത് ഏറ്റവും നല്ല സ്ഥലത്തോട്ട് നമ്മളെ കൊണ്ടാക്കും എന്ന് നമ്മുടെ വിചാരം. പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല, നമ്മളെ അവിടുന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത രീതിയിൽ നമ്മൾ ആ കഷ്ടത്തിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ അവിടെ നിന്ന് രക്ഷിക്കുകയില്ല. എന്നിട്ട് ആ കഷ്ടതയുടെ കാഠിന്യം ദൈവം കൂട്ടിയിട്ട് പറയും, ഞാൻ നിന്നെ ശക്തീകരിച്ചിട്ടുണ്ട്, നീ അപ്പുറത്തോട്ട് അതിനെ തരണം ചെയ്ത് വന്നേ പറ്റത്തുള്ളൂ. ഈ കഷ്ടതയെ മാറ്റത്തില്ല, ഈ കഷ്ടത നീ അതിന്റെ മുകളിലൂടെ നടന്ന് ഇപ്പുറത്ത് വരണം. അവിടെ നിനക്ക് കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നോക്കുക, ഈ കഷ്ടത മാറുവാനല്ല, കഷ്ടതയെ അതിജീവിക്കുവാനുള്ള ശക്തി നിന്റെ വാഗ്ദാനമാണ്. ആ ദയ എന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ എന്നാണ് സങ്കീർത്തനക്കാരൻ. നാം എങ്ങനെ പോകണമെന്നും നാം എങ്ങനെയാണ് ആ കഷ്ടതയെ അഭിമുഖീകരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുക. മാത്രമല്ല, കൂരിലിന്റെ താഴ്വരയിൽ ദൈവം നമ്മളോട് കൂടെയുണ്ട്. പക്ഷെ ദൈവത്തെ നമ്മൾക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കാതെ പോകുന്ന അവസരങ്ങളും ഉണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. കഷ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മാറി നിൽക്കുന്നവരല്ല ദൈവം. കഷ്ടതയിൽ
നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ കഷ്ടതയിൽ കൂടി ആയിരിക്കും. യോബിന്റെ കഷ്ടതയിൽ യോബിനെ ദൈവം ചേർത്ത് പിടിച്ചു. പക്ഷേ എന്താണ്, യോബിന്റെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞു, നീ പാപം ചെയ്തിട്ടാണ് നീ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്. ഭാര്യ പറഞ്ഞു, നീ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് മരിക്കുവാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴും എന്തുണ്ട്, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ യോബിനോട് കൂടെ ഉണ്ടായിരുന്നു. മരിച്ചു പോകും എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ നിന്ന് നാം യോബിന്റെ പുസ്തകം അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, യോബ് തലമുറകളെ കണ്ട് അവൻ വൃദ്ധനായതിനു ശേഷമാണ് അവൻ മരിക്കുന്നത്. അവനെ കൊണ്ടുപോകേണ്ട, അവനെ കരുതേണ്ട വഴികളൊക്കെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അങ്ങനെയാണ് ദൈവം കടന്നത്. അപ്പോൾ നോക്കുക, കഷ്ടത വരുമ്പോൾ നമ്മൾ ഒരാൾ പാപം ചെയ്തിട്ടാണ് കഷ്ടത വരുന്നത് എന്ന് പറയുവാൻ തക്കണം ഇരിക്കരുത്. അങ്ങനെയും വരുന്നതുണ്ട്. താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് അത് കാണുവാനായി സാധിക്കുന്നു. അപ്പോൾ നോക്കുക, നമുക്ക് സമയമില്ലല്ലോ, അടുത്ത വാക്യം വായിക്കാം. നമ്മൾ വലിയ കഷ്ടതകൾ അഭിമുഖീകരിക്കുമ്പോഴും ദൈവത്തിന്റെ ആശ്വാസം ഉള്ളൂ എങ്കിലും അതിൽ നാം സന്തോഷിക്കുകയാണ്. അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് അങ്ങയുടെ കരുണ എനിക്ക് ആവശ്യമാണ്. നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ ചേസ് ജോസഫ് എന്ന് പറയുന്ന ദേവാസം പറയും, ഇന്ന് നമ്മളെല്ലാം കൂടെ എടുത്ത് നരകത്തിൽ എറിഞ്ഞു കളഞ്ഞാലും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നീതിയാണ്. അപ്പൊ ദൂതന്മാര് പറയും, കർത്താവേ നീ എത്ര നീതിമാനാണ്. ഒന്നിനും നമ്മൾക്ക് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നേരെ നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗീയതയ്ക്ക് യോഗ്യരല്ലാതിരുന്ന നമ്മളെ എല്ലാം ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് ദൈവം ഇത്രത്തോളം നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന് നമ്മളെ തള്ളിക്കളയാമായിരുന്നു. പക്ഷെ ദൈവത്തിന് നമ്മളെ സ്നേഹമുള്ളത് കൊണ്ട് നമ്മൾ ആരാധന മുടക്കി, നമ്മൾ പ്രാർത്ഥന മുടക്കി, പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ട് നമ്മൾ പ്രസംഗിക്കാതെ, ഒരു മനുഷ്യന് ആശ്വാസം പകരേണ്ടടുത്ത് നമ്മൾ ആശ്വാസം പകരാതെ, നമ്മൾ ദേഷ്യം കയറേണ്ടടുത്ത് സംയമനം പാടിക്കേണ്ടടുത്ത് നമ്മൾ ദേഷ്യം കയറി സംസാരിച്ച് നമ്മളെയൊക്കെ എടുത്ത് കളയേണ്ടതാണ്, അല്ലേ? വലിയ കുഴിയിലെടുത്ത് കളയേണ്ടതാ, തകർത്ത് കളയേണ്ടതാ. പക്ഷെ ദൈവത്തിന്റെ കരുണ അതെനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താണ്, അത്ര വലിയ പാപികളാണ് നമ്മൾ. എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവം നമ്മളെ കരുതി. അതുകൊണ്ടല്ലേ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന പാപികളോടൊക്കെ ദൈവം എന്ത് ചെയ്തു? കരുണ കാണിച്ചു, അവർക്ക് സൗഖ്യം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മേലാലിനി എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത് എന്ന് പറയുക. നമ്മൾ അത്രയ്ക്ക് വലിയ പാപികളാണ്. നമ്മൾ നല്ലവരാണെന്ന് നമ്മൾ തന്നെയാ നമ്മൾ പറയും. ഞാൻ നല്ലവനാണെന്ന് എനിക്കേ പറയാൻ പറ്റത്തു. ദൈവം നോക്കുമ്പോൾ എന്താ, ചിലപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ മോശക്കാരൻ ഞാനായി. ദൈവത്തിന്റെ വലിയ കരുണ അത് മാത്രമാണ്. നമുക്കൊന്നും അവകാശപ്പെടാനില്ല. ഇപ്പം നിങ്ങളെല്ലാം ഇവിടെ നിന്ന് എന്റെ ടീച്ചറുടെ പ്രസംഗം കേൾക്കുന്നു. അപ്പൊ ഞങ്ങൾ നല്ലതാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? ചിലപ്പോൾ ഞങ്ങളായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ മോശക്കാർ. അപ്പൊ നോക്കുക, ദൈവത്തിന്റെ നീതി അതാണ്, ദൈവത്തിന്റെ കരുണ അതാ. എന്റെ മേൽ നോക്ക്, ഇസ്രായേലിനെയൊക്കെ ദൈവം ഇസ്രായേലിനെയൊക്കെ എന്ത് തെരഞ്ഞെടുത്തു? നമ്മളോർക്ക് ഇസ്രായേലൊക്കെ വലിയ പുള്ളികളാണ്. ഇസ്രായേൽ എന്താണ്? ലോകത്തേറ്റവും അനുസരണ ഇല്ലാത്ത, ലോകത്തേറ്റവും മോശമായ ആളുകളാ ഈ ഇസ്രായേലിയർ. ഇന്ന് നമ്മൾ ഇസ്രായേലിന്റെ അടുക്ക ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒരു നായുടെ തുല്യമാണ് അവൻ നമ്മളെ കാണുന്നത്. നമ്മളോട് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ടൂറിസം ഒക്കെ വികസിച്ചത് കൊണ്ടാണ്, ആളുകളെയൊക്കെ അവർ കണ്ടതുകൊണ്ടാണ് നമ്മളെ അല്ലെങ്കിൽ ഒരു നായുടെ തുല്യമായ പ്രാധാന്യമേ നമുക്ക് എത്തിയത്തുള്ളൂ, അവർ തരത്തുള്ളൂ. അത്രയും മോശമായ ആളുകളെ ദൈവം പറയുക, നോക്കുക, ഇത്രയും ഒരു യോഗ്യതയില്ല, ലോകത്തൊരു യോഗ്യതയില്ലാതിരുന്ന ഈ ഇസ്രായേലിനെ ഞാൻ തെരഞ്ഞെടുത്തിട്ട്, എന്റെ മക്കളായിട്ട് തെരഞ്ഞെടുത്തിട്ട് ഞാൻ ഇവരെ കൊണ്ടുപോവാ, വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോവാണ് എന്ന് ദൈവത്തിന്റെ സ്നേഹം കാണിക്കുവാൻ വേണ്ടിയാണ് ഇവരെ തെരഞ്ഞെടുത്തത്. ലോകത്ത് നല്ലവരായിട്ടല്ല, ലോകത്തേറ്റവും മോശം. അതുകൊണ്ടാണ് ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന ഈ ദൈവസന്നിധി വന്നില്ലെങ്കിൽ നമ്മളൊക്കെ വലിയ വലിയ പുള്ളികളായ. അങ്ങനെ ആകാൻ സാധ്യതയുള്ള നമ്മളെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ സ്നേഹത്താൽ, ദൈവത്തിന്റെ കരുണയാൽ നമ്മളെയൊക്കെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തിട്ട് നമ്മള് നല്ല പുള്ളികളല്ല. തെരഞ്ഞെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഉഴപ്പി പോകുമ്പോഴും നമ്മളെ ദൈവം എന്ത് ചെയ്തു? ചേർത്തു. ഇസ്രായേൽ മക്കളെ നമ്മൾ അവരുടെ ചരിത്രമൊക്കെ മനസ്സിലാക്കുമ്പോൾ അന്യ ദൈവങ്ങളെ ആരാധിച്ച വലിയൊരു സമൂഹം ഉണ്ടായി. ചെങ്കടൽ കടന്ന് കൊണ്ടുവന്നിട്ട് ദൈവത്തിനെതിരെ പിറുപിറുത്തവരാണ് വലിയൊരു ശതമാനം, 99% ദൈവത്തിനെതിരെ പിറുപിറുത്തവരാണ്. എന്നിട്ടും ദൈവം എന്ത് ചെയ്തു? അവരെ സ്നേഹിച്ചു. നോക്കുക, ദൈവത്തിന്റെ പദ്ധതി. ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരാണ് ഇസ്രായേൽ മക്കൾ. അവരെ എന്നിട്ടും എന്ത് ചെയ്യുന്നു? ദൈവം സ്നേഹിക്കും. അങ്ങനെയെങ്കിൽ നമ്മളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരുണ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ, ഞാൻ നിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഈ കരുണ എനിക്ക് തിരിച്ചറിയുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണം ഞാൻ വായിക്കുമ്പോഴാണ്, ഇത് ഞാൻ കേൾക്കുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ അതിൽ എന്ത് ചെയ്യുന്നു? രസിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അടുത്ത വാക്യം വെച്ചോട്ടെ.
ആ നോക്കുക, അഹങ്കാരികൾ കാരണം കൂടാതെ, എത്രയേ ഉള്ളൂ, മറച്ചിട്ടിരിക്കുന്ന വാക്കുണ്ട്, അവിടെ അർത്ഥ വ്യത്യാസമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. കാരണം കൂടാതെ എന്നെ വെറുതെ ഉപദ്രവിക്കുന്ന അഹങ്കാരികൾ ലജ്ജിച്ചു പോകട്ടെ, ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. ഇത്രേ ഉള്ളൂ എന്റെ അർത്ഥം. അപ്പോൾ അഹങ്കാരികൾ എന്നെ വേദനിപ്പിക്കുന്നു, അവർ ലജ്ജിച്ചു പോകട്ടെ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അഹങ്കാരികൾ എന്നെ വേദനിപ്പിച്ചു. സത്യത്തിൽ നാം ദൈവദിനം വായിക്കുമ്പോൾ അഹങ്കാരികൾ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചാൽ നാം അതൊന്നും ആലോചിക്കേണ്ട. നാം ദൈവത്തെ ആരാധിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും മാത്രം ചെയ്താൽ മതി. നമ്മളെ ആരുപദ്രവിച്ചോട്ടെ, നാം പ്രതികാരം ചെയ്യുവാൻ തക്കണമെന്നില്ല. നമുക്ക് അവകാശമില്ല. പ്രതികാരം ചെയ്യുന്നത് നമുക്ക് മോശമായി ചിന്തിക്കുവാൻ തക്കവണ്ണം അവകാശമില്ല. അത് ചിന്തിക്കുന്ന വിശ്വാസികളും ഉപദേശകരും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെ ആരുപദ്രവിച്ചോട്ടെ, നമ്മൾ അഹങ്കാരികളായാൽ അത് ദൈവമക്കളായിട്ടുള്ളവരും അല്ലാത്തവരും നമ്മളെ ഉപദ്രവിക്കും. നമ്മൾ അതിനകത്ത് ഭാരപ്പെടേണ്ട. ഓരോ മനുഷ്യന്റെ മാനസിക നില അനുസരിച്ച് ചിലപ്പോൾ നമ്മളോട് പെരുമാറിയെന്നിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വിട്ടുകളയുക. നമ്മൾ ദൈവത്തെ ഇതൊക്കെ മൈൻഡാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ എളിമയോടെ ശക്തിയോടെ ജീവിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത വാക്യം വായിക്കാം. നോക്കുക, തന്റെ കഷ്ടത നിമിത്തം തന്നിൽ നിന്ന് ഒരുപക്ഷെ ചില കൂട്ടുകാർ മാറിപ്പോയായിരിക്കാം. അവർ എന്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നത് കണ്ടിട്ട് അവർ എന്റെ അടുക്കിലേക്ക് വന്നിട്ട് അവർ സന്തോഷിക്കണം. അങ്ങനെ സന്തോഷിക്കുന്നവർ കടന്നു വരണം എന്നാണ് ദൈവം സങ്കീർത്തനക്കാരനോട് അവനോട് ഈ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ആത്മീയ കൂട്ടായ്മകളെയും തനിക്ക് പ്രോത്സാഹനം നൽകുന്ന സമാന വ്യക്തികളുമായിട്ടുള്ള ആത്മീയ ബന്ധങ്ങളെ സങ്കീർത്തനക്കാരൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. നമ്മളും ഒരു ദൈവവൈതലായിരിക്കും, നമ്മളും ആത്മീയ ബന്ധങ്ങളെ നാം കൂടുതലായി ആഗ്രഹിക്കണം. സത്യത്തിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആത്മീയ ബന്ധങ്ങൾക്ക് അനുസൃതമല്ലാത്ത സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ എപ്പോഴും ആത്മീക ബന്ധങ്ങൾ, മറ്റു ബന്ധങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്നല്ല, ആത്മീക ബന്ധങ്ങൾക്ക് നാം എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. ആത്മീക ബന്ധങ്ങളിലെ ഉപദേശങ്ങൾ നാം നേടണം. ആത്മീക ബന്ധങ്ങളിൽ നമ്മൾക്കുണ്ടാകുന്ന ആ സന്തോഷങ്ങളെ നാം എന്ത് ചെയ്യണം? പകർത്തണം. നമ്മൾ ആത്മീയരായി ബന്ധങ്ങൾ കൂടുന്നത് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികൾ ചർച്ചയിൽ വരുമ്പോൾ ഉള്ള ആത്മീക ബന്ധമേ ഉള്ളൂ. അല്ലാതെല്ലാം നമ്മുടെ ബന്ധങ്ങളും ആത്മീയരല്ലാത്ത ആളുകളുമായിട്ടാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെയുള്ളവർ നമുക്ക് ജോലി സ്ഥലങ്ങളിലും ഒക്കെ അങ്ങനെയുള്ളവരുമായി ഒക്കെ ഇടപെടേണ്ടി വന്നേക്കാം. എന്നാൽ അങ്ങനെയല്ല. നാം എന്ത് ചെയ്യണം? ആത്മീക ബന്ധങ്ങൾക്ക് കൂടുതലായി പ്രാധാന്യം കൊടുക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. മാത്രമല്ല, വചനത്തിൽ എന്ത് ചെയ്യണം? ഈ ആത്മീക ബന്ധങ്ങളുടെ ഒരു പ്രത്യേകത വചനത്തിൽ ശക്തിപ്പെടുത്തും. ദൈവത്തോട് നമ്മൾക്ക് കൂടുതൽ എടുക്കുവാൻ തക്കവണ്ണം അത് പ്രചോദനം നൽകുന്നതാണ്. ഇതാണ് ആത്മീയ ബന്ധങ്ങളുടെ പ്രത്യേകത. മറ്റു ബന്ധങ്ങൾ ആത്മീയതയിൽ നിന്ന് നമ്മളെന്ത് ചെയ്യും? താഴോട്ട് തള്ളിക്കളയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതെ വണ്ണം നാം ആത്മീയ ബന്ധങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അടുത്ത വാക്ക് നമുക്ക് ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. നമുക്ക് പാപം ചെയ്യുമ്പോൾ നമുക്ക് ലജ്ജയുണ്ടാകാം. കഷ്ടതയെക്കുറിച്ചല്ല പറയുന്നത്, ലജ്ജയുണ്ടാകാം. ദൈവത്തിൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്ക് ലജ്ജയുണ്ടാകാറുണ്ട്. നമുക്ക് ലജ്ജയ്ക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നിഷ്കളങ്കമാണെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്താൽ നിഷ്കളങ്കമല്ലാതാണ് നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ലജ്ജയുണ്ടാകുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. ലജ്ജ എന്ന് പറയുമ്പോൾ കഷ്ടതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, പാപത്തിലേക്ക് പോകുമ്പോൾ ലജ്ജിക്കപ്പെടുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയാണ്, എനിക്ക് നല്ലതായി മറ്റുള്ളവർ മുമ്പിൽ പ്രസന്റ് ചെയ്ത് ഞാൻ മാന്യനാണ് എന്ന് എനിക്ക് ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്താരും അറിയാം. പക്ഷേ ദൈവസന്നിധിയിൽ ഞാൻ ലജ്ജിതനാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ലജ്ജിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകാതെ ദൈവവുമായി നിഷ്കളങ്കമായൊരു ബന്ധം ഉണ്ടാകണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ ചരിത്രത്തിൽ, ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ ആ ലജ്ജ എന്ന് പറയുന്നത് അതൊരു വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ ലജ്ജ ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണം കർത്താവേ എന്നെ സഹായിക്കണമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം. നമുക്ക് വളരെ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്.
അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകരുത്. കർത്താവിന്റെ വരവിങ്കിൽ ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. ഈ ലോകത്ത് നമുക്ക് ലജ്ജ ഉണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. ദൈവസന്നിധിയിൽ നാം ലജ്ജയോടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകരുത് എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടത് അവനിൽ വസിപ്പീൻ. അവനിൽ വസിച്ചില്ലെങ്കിൽ കർത്താവിന്റെ വരവിങ്കിൽ നാം എന്ത് ചെയ്യും? ലജ്ജിതരായി തീരും. കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കർത്താവിൽ നാം വസിക്കണം, അല്ലെങ്കിൽ നാം ലജ്ജിതരായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. അങ്ങനെ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകരുത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ കഷ്ടതകൾ നേരിടുമ്പോൾ, പ്രയാസങ്ങൾ നേരിടും, കർത്താവിൽ സന്തോഷിക്കുവാൻ, ദൈവമക്കളുമായി ആത്മീയ കൂട്ടായ്മകളും ബന്ധങ്ങളും സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ട് മുന്നോട്ട് പോകുവാനാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ്. ഇത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി എനിക്ക് നൽകണമേ എന്ന് കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ വാക്യം. നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണം. ഈ ദിവസങ്ങളിൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, കഷ്ടതയിലും സന്തോഷത്തിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ബുദ്ധി നമുക്ക് ആവശ്യമാണ്. ആ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവനെ സംസാരിപ്പാൻ തക്കവണ്ണം ദൈവനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.